السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه ومن والاه إلى يوم نلقاه أجمعين أما بعد. സഹോദരങ്ങളെ, സൽക്കർമ്മങ്ങൾ പൊളിച്ചു കളയുന്ന വൻപാപങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വന്നത്. ഏകദേശം ഒരു 10ഓളം കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായി പറഞ്ഞു. ആദ്യം മുതൽ ഒന്നുകൂടി പറഞ്ഞു നോക്കാം ഇൻഷാ അല്ലാഹ്. ഒന്നാമതായി നമ്മുടെ സൽക്കർമ്മങ്ങൾ പൂർണ്ണമായും പൊളിച്ചു കളയുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് ഷിർക്ക് എന്നുള്ളത്. അതേപോലെ തന്നെ കുഫർ സംഭവിക്കുക എന്നുള്ളത്, അതുപോലെ മുർത്തദായി മരണപ്പെടുക എന്നുള്ളത്. നാലാമത്തെ കാര്യം അശ്ശിർക്കുൽ അസ്ഗർ, റിയാ, ലോകമാന്യത എന്നുള്ളത്. അത് ഏതൊരു അമലിലാണോ കലർന്നത് ആ അമലിനെ പൊളിച്ചു കളയും. അഞ്ചാമതായി നമ്മൾ പറഞ്ഞത് ജനങ്ങളോട് അക്രമം കാണിക്കുക എന്നുള്ളതാണ്. അതിൽപ്പെടുന്ന കാര്യമാണ് അയൽവാസികളെ ദ്രോഹിക്കുക, മാതാപിതാക്കളെ ദ്രോഹിക്കുക, കുടുംബ ബന്ധം മുറിക്കുക, അതേപോലെ തന്നെ ഭർത്താവിനോട് അയാൾക്ക് കൊടുക്കേണ്ട അവകാശത്തിൽ ആ അവകാശത്തിനെ ഹനിക്കുക എന്നുള്ളതെല്ലാം അതിൽപ്പെടുന്ന കാര്യമാണ്. അതുപോലെ തന്നെ നമ്മൾ അവസാനം പറഞ്ഞത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ നിശ്ചയിച്ച അതിർവരമ്പുകൾ, അവൻ്റെ ഹറാമുകൾ രഹസ്യ ജീവിതത്തിൽ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അടുത്തൊരു കാര്യം, പണ്ഡിതന്മാർ വിശദീകരിച്ചതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കിയ 5 നേരത്തെ നിസ്കാരം അത് ഉപേക്ഷിക്കുക, അതല്ലെങ്കിൽ അതിൻ്റെ കാര്യത്തിൽ അലംഭാവം കാണിക്കുക, ഇത് അമലുകൾ പൊളിഞ്ഞു പോകുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് വളരെ ഗുരുതരമായ ഒരു തിന്മയാണ് ഷിർക്ക്. അത് കഴിഞ്ഞാൽ കുഫറിനോടാണ് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരം ഉപേക്ഷിക്കുന്നതിനെ ചേർത്തി പറഞ്ഞത്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബൈന റജുലി വബൈന ശിർക്കി വൽ കുഫ്രി തർക്കു സ്വലാഹ്. കുഫറിനും ഷിർക്കിനും ഒരു വ്യക്തിക്കും ഇടയിലുള്ള ഒരു കാര്യമെന്നാൽ അത് നിസ്കാരം ഉപേക്ഷിക്കലാണ്. മറ്റൊരു ഹദീസിൽ അവിടുന്ന് പറഞ്ഞു, അൽ അഹ്ദുല്ലദി ബൈനന വബൈനഹുമുസ് സ്വലാഹ് ഫമൻ തറകഹ ഫഖദ് കഫർ. നമുക്കും അവർക്കും ഇടയിലുള്ള ഒരു അഹ്ദ്, ഒരു കരാർ, ഒരു വ്യത്യാസമെന്നാൽ അത് നിസ്കാരമാണ്. ആരാണോ നിസ്കാരം ഉപേക്ഷിക്കുന്നത് അവൻ കഫർ, അവൻ നിഷേധിച്ചിരിക്കുന്നു, അവൻ കുഫർ ചെയ്തിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. സ്വഹാബികൾ പറഞ്ഞതായി കാണാം, ഒരു കാര്യം ഉപേക്ഷിച്ചാൽ കുഫറാകും എന്നുള്ളത് ഞങ്ങൾ പഠിച്ചിട്ടുള്ളത് നിസ്കാരത്തിൻ്റെ കാര്യത്തിലാണ് എന്നാണ്. അപ്പം നിസ്കാരം ഉപേക്ഷിക്കുക, അതുപോലെ തന്നെ ആ നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ അലംഭാവം കാണിക്കുക എന്നുള്ളത് അത് ഗുരുതരമായ തിന്മയാണ്. മാത്രവുമല്ല അമലുകൾ അത് സ്വീകരിക്കപ്പെടാതിരിക്കാൻ, അത് പാഴായി പോകാനുള്ള ഒരു കാരണം കൂടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, അവ്വലു മാ യുഹാസബു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമത്തി മിൻ അമലിഹി സ്വലാത്തുഹു. നാളെ പരലോകത്ത് ഏറ്റവും ആദ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല വിചാരണ ചെയ്യുക നിസ്കാരത്തിൻ്റെ കാര്യമാണ്. ഫഇൻ സ്വലുഹത് നദറ ഫീ സായിരി അമലി. നിസ്കാരത്തിൻ്റെ കാര്യം അത് ശരിയാണ് എങ്കിൽ മറ്റ് അമലുകളുടെ കാര്യം നോക്കും. ഇനി വഇൻ ഫസദത് റുദ്ദ അലൈഹി സായിറു അമലി. നിസ്കാരത്തിൻ്റെ കാര്യം മോശമാണ് എങ്കിൽ അവൻ്റെ മറ്റെല്ലാ പ്രവർത്തനങ്ങളും അവൻ്റെ മേൽ തള്ളപ്പെടും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അപ്പം നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ വേണം. അത് ഉപേക്ഷിക്കുന്നൊരവസ്ഥ, നിസ്കാരത്തിൻ്റെ കാര്യം അത് അതിൻ്റേതായ വക്തിന് നിസ്കരിക്കുന്നത്, അതിൻ്റെ കാര്യത്തിൽ ഒരു അലംഭാവം നമുക്ക് ഉണ്ടാകുവാൻ പാടില്ല. പ്രത്യേകിച്ച് അസ്ർ നിസ്കാരത്തിൻ്റെ കാര്യം ശ്രദ്ധിക്കണം. ചില ഫുഖഹാക്കൾ അഭിപ്രായപ്പെട്ടതുപോലെ 5 നേരത്തെ നിസ്കാരങ്ങളിൽ ഏറ്റവും അഫ്ദലായ നിസ്കാരം അസ്ർ നിസ്കാരമാണ് എന്ന് ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം അസ്ർ നിസ്കാരം അത് കാത്തു സൂക്ഷിക്കാൻ കൽപ്പിച്ചിട്ടുണ്ട്. ഹാഫിദു അലസ് സ്വലവാത്ത് വസ്സലാത്തിൽ വുസ്ത. നിങ്ങൾ നിസ്കാരം കാത്തു സൂക്ഷിക്കണം, അതേപോലെ തന്നെ മധ്യമ നിസ്കാരമായ സ്വലാത്തുൽ വുസ്തയും നിങ്ങൾ കാത്തു സൂക്ഷിക്കണമെന്ന് പറഞ്ഞു. ഇവിടെ സ്വലാത്തുൽ വുസ്ത എന്ന് പറഞ്ഞാൽ അത് അസ്ർ നിസ്കാരമാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ഈ അസ്ർ നിസ്കാരം
അത് ഒഴിവാക്കി കഴിഞ്ഞാൽ പൂർണ്ണമായി ഒരുവൻ പള്ളിയിൽ വന്ന് നിസ്കരിക്കുന്നത്, അസ്ർ നിസ്കാരം പള്ളിയിൽ വെച്ച് നിർവഹിക്കുന്നത് ഒഴിവാക്കുകയാണ്. അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് നിസ്കരിക്കുന്നത് അതിൻ്റെ വക്ത് കഴിഞ്ഞു പോകുന്നത് വരെ അത് നിർവഹിക്കാതെ ആ വിഷയത്തിൽ അലംഭാവം കാണിക്കുകയാണ് എങ്കിൽ അത് ഗുരുതരമായ തെറ്റാണ് എന്നാണ്. അത് അവൻ്റെ അമലുകൾ പാഴായി പോകാൻ കാരണമാകുന്ന ഒരു കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ തറക സ്വലാത്തൽ അസ്രി ഹബിത അമലുഹു. വ്യക്തമായ ഭാഷയിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ആരാണോ അസ്ർ നിസ്കാരം ഉപേക്ഷിക്കുന്നത് അവൻ്റെ അമലുകൾ പൊളിഞ്ഞു പോകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. മറ്റൊരു ഹദീസിൽ അവിടുന്ന് പറഞ്ഞു, മൻ ഫാതത്ഹു സ്വലാത്തുൽ അസ്ർ ഫകഅന്നമാ ഊതിറ അഹ്ലുഹു വമാലുഹു. ആർക്കാണോ അസ്ർ നിസ്കാരം നഷ്ടപ്പെടുന്നത്, പള്ളിയിൽ വെച്ച് ജമാഅത്തായി അസ്ർ നിസ്കാരം നഷ്ടപ്പെടുക, അതല്ലെങ്കിൽ അതിൻ്റെ വക്തിൽ നിന്ന് നഷ്ടപ്പെട്ടാൽ അവൻ്റെ സമ്പാദ്യവും കുടുംബവും നഷ്ടപ്പെട്ടതുപോലെയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. അപ്പോൾ നിസ്കാരം അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രത്യേകം അസ്ർ നിസ്കാരത്തിൻ്റെ കാര്യം ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അടുത്തൊരു കാര്യം, അമലുകൾ പൊളിഞ്ഞു പോകുന്ന അതിന് കാരണമാകുന്ന ഒരു കാര്യമാണ് ശറഇൻ്റെ പ്രമാണങ്ങൾക്ക് മേൽ ശബ്ദം ഉയർത്തുക എന്നുള്ളത്. ഖുർആനിനും സുന്നത്തിനും മുകളിലായി തങ്ങളുടെ ശബ്ദം ഉയർത്തുക എന്നുള്ളത് അമലു സ്വാലിഹാത്തുകൾ പൊളിഞ്ഞു പോകാൻ കാരണമാകുന്ന ഒരു കാര്യമാണ്. പ്രമാണങ്ങളുടെ മേൽ ശബ്ദം ഉയർത്തുക എന്ന് പറഞ്ഞാൽ തെളിവുകൾ ഓതിക്കേൾപ്പിക്കപ്പെട്ടാൽ പിന്നെ അതിനെതിരെ കിബർ നടിക്കുക, അത് സ്വീകരിക്കാതെ അതിനെതിരെ സംസാരിക്കുക, അത് സ്വീകരിക്കാൻ വിസമ്മതം കാണിക്കുക, അതിനെതിരിടുക. ഇത് നമ്മളറിയാതെ നമ്മുടെ അമലു സ്വാലിഹാത്തുകൾ പൊളിഞ്ഞു പോകാൻ കാരണമാകുന്ന ഒരു കാര്യമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഖുർആനിൽ ഒരു കാര്യം ഇങ്ങനെ വന്നിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ ഇങ്ങനെ ഒരു കാര്യം വന്നിട്ടുണ്ട് എന്നൊരു തെളിവ് അത് കേട്ട് കഴിഞ്ഞാൽ, അത് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ സമഅൻ വതഅ, കേൾക്കുക, അനുസരിക്കുക. സമിഅനാ വഅതഅനാ, ഞങ്ങൾ കേട്ടിരിക്കുന്നു, ഞങ്ങൾ അനുസരിച്ചിരിക്കുന്നു. ഇതാണ് ഒരു മുഅ്മിനിൻ്റെ നിലപാട്. അതല്ലാതെ ദലീലുകൾ കേട്ടതിന് ശേഷം അത് സ്വീകരിക്കാതെ വിസമ്മതം കാണിക്കുക എന്നുള്ളത് ഗുരുതരമായ കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു ലാ തർഫഉ അസ്വാതകും ഫൗഖ സൗത്തിൻ നബി. മുഅ്മിനീങ്ങളെ, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശബ്ദത്തേക്കാൾ നിങ്ങളുടെ ശബ്ദം ഉയർത്താൻ പാടില്ല. വലാ തജ്ഹറൂ ബിൽ ഖൗലി വലാ തജ്ഹറൂ ലഹു ബിൽ ഖൗൽ കജഹരി ബഅദികും ലിബഅദിൻ. നിങ്ങൾ പരസ്പരം ശബ്ദം ഉയർത്തി സംസാരിക്കുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശബ്ദത്തേക്കാൾ നിങ്ങൾ ശബ്ദം ഉയർത്തി സംസാരിക്കാൻ പാടില്ല. അൻ തഹ്ബത അഅമാലുകും വഅൻതും ലാ തശ്ഉറൂൻ. നിങ്ങൾ അറിയാതെ നിങ്ങളുടെ അമലുകൾ പൊളിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി അത് ശ്രദ്ധിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അപ്പോൾ ഈ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമ്മുടെ അമലുകൾ പൊളിച്ചു കളയുന്ന ഒരു കാര്യമാണ് ബിദ്അത്തുകൾ എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിക്കാത്ത, അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ ദീനിൽ പഠിപ്പിക്കാത്ത കാര്യങ്ങൾ ദീനിൽ പുതുതായി ആചരിച്ചുകൊണ്ട് ദീനിലേക്ക് പുതിയ കാര്യങ്ങൾ കടത്തിക്കൂട്ടുക എന്നുള്ളത് അത് ഗുരുതരമായ നമ്മുടെ അമലുകൾ പൊളിഞ്ഞു പോകാൻ കാരണമാകുന്ന ഒരു കാര്യമാണ്. നമ്മുടെ അമലിൽ ബിദ്അത്തുകൾ കടന്നു വന്നാൽ നമ്മുടെ അമലുകളെ അത് പൊളിച്ചു കളയുമെന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. ആരാണോ നമ്മളുടെ കാര്യമായ ഈ ദീനിൻ്റെ കാര്യത്തിൽ പുതുതായ കാര്യങ്ങൾ കടത്തിക്കൂട്ടുന്നത്, ഫഹുവ റദ്ദുൻ, അത് തള്ളപ്പെടേണ്ടതാണ്. മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. ആരാണോ ഒരു പ്രവർത്തനം ചെയ്യുന്നത് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയില്ലാത്ത, അവിടുന്ന് പഠിപ്പിക്കാത്ത കാര്യമാണ് എങ്കിൽ ഫഹുവ റദ്ദുൻ, അത് തള്ളപ്പെടുന്നതാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അപ്പോൾ ബിദ്അത്തുകൾ നമ്മൾ പ്രത്യേകം സൂക്ഷിക്കുക, അത് നമ്മുടെ അമലുകളെ പൊളിച്ചു കളയുന്ന കാര്യമാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യങ്ങളോട് വെറുപ്പ് വെച്ച് പുലർത്തുക എന്നുള്ളത്, ഇതും നമ്മുടെ അമലുകൾ പൊളിച്ചു കളയുന്ന കാര്യമാണ്. ഒരുവൻ ചിലപ്പോൾ വെറുപ്പോട് കൂടിയിട്ടായിരിക്കും ചെയ്യുന്നുണ്ടാകുക. അത് ചെയ്യുന്നുണ്ടെങ്കിലും ചെയ്യുന്നില്ല എങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദീനിലുള്ള ഒരു കാര്യത്തിനോട് വെറുപ്പ് വെച്ച് പുലർത്തിയാൽ
അത് ഗൗരവകരമായ തിന്മയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ذَلِكَ بِأَنَّهُمْ كَرِهُوا مَا أَنزَلَ اللَّهُ فَأَحْبَطَ أَعْمَالَهُم. അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചതിനെ അവർ വെറുത്തതുകൊണ്ട് തന്നെ ഫഅഹ്ബത അഅ്മാലഹും, അവരുടെ അമലുകൾ പൊളിഞ്ഞു പോയിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അടുത്തൊരു കാര്യം അന്നിഫാഖു ഫിൽ ഖൽബ്, ഹൃദയത്തിൽ നിഫാഖ് ഉണ്ടാവുക എന്നുള്ളത്. ഇത് അമലുകൾ പൊളിച്ചു കളയുന്ന കാര്യമാണ്. ഹൃദയത്തിൽ നിഫാഖ് ഉണ്ടാകുക, വലിയ നിഫാഖാണ് ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. വലിയ നിഫാഖ് എന്ന് പറഞ്ഞാൽ ഉള്ളിൽ കുഫറും പുറത്ത് ഈമാനും കാട്ടി നടക്കുക, ഇതാണ് വലിയ കുഫർ. അതിന് പല ഉദാഹരണങ്ങളും, വലിയ നിഫാഖ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇതിന് പല ഉദാഹരണങ്ങളും പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ വലിയ നിഫാഖ്, വിശ്വാസത്തിൽ നിഫാഖ് കലരുക എന്നുള്ളത് അമലു സ്വാലിഹാത്തുകൾ പൊളിച്ചു കളയുന്ന കാര്യമാണ്. അള്ളാഹു പറഞ്ഞു ഉലൈക ലം യുഅ്മിനു, മുനാഫിഖീങ്ങളെ കുറിച്ച് അള്ളാഹു പറയുകയാണ് ഉലൈക ലം യുഅ്മിനു, ആ കൂട്ടർ അവർ വിശ്വസിച്ചിട്ടില്ല. ഫഅഹ്ബതല്ലാഹു അഅ്മാലഹും, അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ അമലുകൾ അത് ഇല്ലാതെയാക്കി പൊളിച്ചു കളഞ്ഞു എന്നുള്ളതാണ്. അപ്പം നിഫാഖ് അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, നമ്മുടെ അമലുകൾ അത് പൊളിച്ചു കളയുന്ന കാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത്തരം കാര്യങ്ങൾ സൂക്ഷിക്കുവാൻ, സൽക്കർമ്മങ്ങൾ അത് സൂക്ഷ്മതയോടുകൂടി നിർവഹിക്കുവാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വഹാദ വല്ലാഹു തആല അഅലം വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ അബ്ദിഹി വറസൂലിഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലം. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.